തിരികെ ലൈവ് ന്യൂസിലേക്ക്. വിഷ്ണുജിത്തിനെ കാണാതായിട്ട് 5 ദിവസമാവുകയാണ്. ഇന്നലെ വിഷ്ണുജിത്തിന്റെ വിവാഹം നടക്കേണ്ടതായിരുന്നു. പോലീസിന്റെ അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. 2 സംഘങ്ങളായി തിരിഞ്ഞുള്ള അന്വേഷണം. വിഷ്ണുജിത്ത് കോയമ്പത്തൂരിലേക്ക് പോയിട്ടുണ്ടാകാമെന്ന നിഗമനത്തിലാണ് അന്വേഷണം നടക്കുന്നത്. നിർണായകമായ CCTV ദൃശ്യങ്ങൾ ഇന്ന് 24 പുറത്തുവിട്ടിരുന്നു. പാലക്കാട് KSRTC സ്റ്റാൻഡിൽ കോയമ്പത്തൂർ ബസ് കയറാനായി എത്തുന്ന ദൃശ്യങ്ങൾ, അതാണ് വളരെ നിർണായകമായി മാറിയത്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായുണ്ട്. CCTV ദൃശ്യവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നിഖിൽ നൽകും. നിഖിൽ, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട CCTV ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടത്. അതിൽ ഇദ്ദേഹം ബസ്സിലേക്ക് കയറുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ടോ? ഏത് ബസ്സിൽ കയറി എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ പോലീസിന് ആ തരത്തിലേക്ക് വിവരമുണ്ടോ? അങ്ങനെയെങ്കിൽ ബസ് കണ്ടക്ടറോടൊക്കെ ചോദിച്ചാൽ ടിക്കറ്റ് എടുത്തതിൻ്റെയും മറ്റു വിവരങ്ങൾ, എവിടെ ഇറങ്ങി എന്നൊക്കെയുള്ളത് അറിയാൻ പറ്റുമല്ലോ. ആ തരത്തിലേക്ക് നിർണായകമായ സൂചനകൾ കിട്ടിയിട്ടുണ്ടോ? അനുജ, തീർച്ചയായിട്ടും ബുധനാഴ്ച രാത്രി 7:45 പാലക്കാട് KSRTC സ്റ്റാൻഡിൽ നിന്ന് വിഷ്ണുജിത്ത് കോയമ്പത്തൂരിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. അദ്ദേഹം ബസ്സിൽ കയറുന്നത് അടക്കമുള്ള ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ മൊബൈൽ ടവർ, വിഷ്ണുജിത്തിൻ്റെ മൊബൈൽ ടവർ അവസാനമായി സിഗ്നൽ കാണിക്കുന്നത് കഞ്ചിക്കോട് വെച്ചാണ്. കഞ്ചിക്കോടുള്ള ഐസ് കമ്പനിയിലാണ് വിഷ്ണുജിത്ത് ജോലി ചെയ്തിരുന്നതും. 2 സാധ്യതകളാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. ഒന്നുകിൽ ഈ സുഹൃത്തിനെ കാണാൻ പോയ വിഷ്ണുജിത്ത് അവിടെ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച് തിരിച്ച് പാലക്കാട് എത്തിയ ശേഷം KSRTCയിൽ കോയമ്പത്തൂരിലേക്ക് പോയിരുന്നിരിക്കണം. മറ്റൊന്ന്, കോയമ്പത്തൂരിലേക്ക് പോകുന്നതിനിടെ ഈ കഞ്ചിക്കോട് വഴിയാണ് പോവുക, സ്വാഭാവികമായിട്ടും അവിടെ ഇറങ്ങി മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പോയോ എന്നുള്ള 2 സംശയങ്ങൾ അന്വേഷണ സംഘത്തിന്റെ മുന്നിലുണ്ട്. എന്തായാലും അവസാന സിഗ്നൽ ലഭിച്ചത് കഞ്ചിക്കോട് നിന്നാണ്. അതുകൊണ്ട് വാളയാർ പോലീസും കസബ പോലീസും ഈ കേസിൽ അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അനുജ സൂചിപ്പിച്ചതുപോലെയുള്ള സാധ്യതകൾ അന്വേഷണ സംഘം ഇതിനോടകം തന്നെ തേടിയിട്ടുണ്ട്. അതായത് ഈ ബസ്സിൽ അദ്ദേഹം മുഴുനീള യാത്ര നടത്തിയിട്ടുണ്ട്. അതായത് കോയമ്പത്തൂർ എത്തും വരെ യാത്ര നടത്തിയിട്ടുണ്ട്. തുടർച്ചയായി ബസ്സുകളുണ്ട്. ഇപ്പോൾ പാലക്കാട് നിന്ന് കോയമ്പത്തൂർ റൂട്ടിൽ നിരന്തരം 10 മിനിറ്റിൽ തന്നെ ബസ്സുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബസ്സിനെ കണ്ടെത്തുക എന്നുള്ളത് അത്ര ശ്രമകരമായിട്ടുള്ള കാര്യമല്ല. ഒരുപാട് ബസ് ഉണ്ടെങ്കിൽ കൂടിയും അതിലെ കണ്ടക്ടർമാരെയൊക്കെ കണ്ട് വിവരങ്ങൾ ഒരുപക്ഷെ ശേഖരിച്ചിരിക്കണം. എന്തായാലും കോയമ്പത്തൂരിലേക്ക് മലപ്പുറത്ത് നിന്നുള്ള 10 അംഗ അന്വേഷണ സംഘം ഇന്നലെ രാത്രി തന്നെ തിരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കസബ പോലീസ് നൽകുന്ന വിവരം. അതായത് അതിനർത്ഥം കോയമ്പത്തൂര് വിഷ്ണുജിത്ത് എത്തി എന്ന് അന്വേഷണ സംഘം ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അന്വേഷണം അവിടേക്ക് വ്യാപിപ്പിക്കേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് 10 അംഗ അന്വേഷണ സംഘം കോയമ്പത്തൂരിൽ ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ഈ സംഭവം വളരെയധികം ആളുകളിൽ അത്ഭുതമുണ്ടാക്കുന്നതാണ്. കാരണം വിവാഹം നടക്കുന്നതിന് തൊട്ട് മുൻപ്, ദിവസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ ഒരു യുവാവ് അവിടെ നിന്ന് കടന്നു കളയുക, ഒരു പണത്തിന്റെ ആവശ്യത്തിനായാണ് എത്തുന്നത് എന്നിരിക്കെ പോലും ഇത്തരത്തിൽ പെട്ടെന്ന് അയാൾ അപ്രത്യക്ഷനാവുക തുടങ്ങിയ സാഹചര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത്. പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ തന്റെ അറിവോടുകൂടി തന്നെ വിഷ്ണുജിത്ത് മാറി നിൽക്കുന്നതാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് എന്തിന് എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട്. നമ്മൾ മലപ്പുറത്ത് തന്നെ കൊണ്ടോട്ടിയിൽ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുൻപ് സമാനമായൊരു സാഹചര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇത്തരത്തിലുള്ള ആശങ്ക രൂപപ്പെടുന്നത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ അന്വേഷണ സംഘം, മലപ്പുറത്ത് നിന്നുള്ള 10 പേരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം കോയമ്പത്തൂരിലാണ് നിലവിലുള്ളത്. അവർ തന്നെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കഞ്ചിക്കോടുള്ള വിഷ്ണുജിത്തിന്റെ സുഹൃത്ത് ശരത്തും അതോടൊപ്പം തന്നെ ഒപ്പം ജോലി ചെയ്തിരുന്ന മറ്റാളുകളുടെയും വിശദമായ മൊഴി ഇതിനോടകം തന്നെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരിൽ നിന്നെല്ലാം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ആശങ്കകൾ, സാമ്പത്തിക പ്രയാസം ഇതൊക്കെ വിഷ്ണുജിത്തിന് ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുമുണ്ട്. വിവാഹത്തിന് മുൻപ് ഒരുപക്ഷെ താൻ ഇങ്ങനെ ഒരു യാത്ര പോകാൻ സാധ്യതയുണ്ട് എന്ന് ചില സുഹൃത്തുക്കളോട് വിഷ്ണുജിത്ത് പറഞ്ഞതായുള്ള സ്ഥിരീകരിക്കാത്ത വിവരവും നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും അന്വേഷണം വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് കോയമ്പത്തൂരിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കോയമ്പത്തൂരിൽ നടക്കുന്ന അന്വേഷണം അത് CCTV ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ കോയമ്പത്തൂരിലേക്ക് ബസ് കയറാൻ നിൽക്കുന്ന ആ CCTV ദൃശ്യം വളരെ നിർണായകമായിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പരിശോധന. ഞാൻ ഒരിക്കൽ കൂടി വിപിൻ C. വിജയനിലേക്ക് പോകുന്നു. വിപിൻ ഉള്ളത് നിലവിൽ വിഷ്ണുജിത്തിന്റെ വസതിയിലാണ്. കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് വിപിൻ ഉള്ളത്. വിഷ്ണുജിത്ത് ഇപ്പോൾ കോയമ്പത്തൂരിലേക്ക് പോയി എന്ന നിഗമനത്തിലാണ് പോലീസ് അവിടെ പരിശോധന നടത്തുന്നത്. പക്ഷേ കോയമ്പത്തൂരിൽ അങ്ങനെ ബന്ധുക്കളോ പരിചയക്കാരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഈ വിഷ്ണുജിത്തിനുള്ളതായി കുടുംബത്തിന് അറിയാമോ? അവർ ഈ കോയമ്പത്തൂർ എന്ന് ഉള്ളതിനോട് അവരുടെ പ്രതികരണം എങ്ങനെയാണ്? അനുജ, ഈ കോയമ്പത്തൂരിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ വിഷ്ണുജിത്തിന് സുഹൃത്തുക്കളോ ഉള്ളതായി കുടുംബത്തിന് യാതൊരു വിധത്തിലുള്ള അറിവുമില്ല. ഇപ്പോൾ ഇന്ന് പാലക്കാട്ടിലേക്ക് പോകുന്നു എന്നുള്ള വിവരം പോലും വീട്ടിൽ കൃത്യമായി വിഷ്ണുജിത്ത് പറഞ്ഞിരുന്നില്ല. വീട്ടിൽ പുറത്തേക്ക് പോകുന്നു എന്നുള്ള ലാഘവത്തോടു കൂടിയാണ് വീട്ടുകാരും അത് കണ്ടിരുന്നത്. പിന്നീട് വൈകുന്നേരത്തോടു കൂടി മാത്രമാണ് പാലക്കാടാണ് എത്തിയിരിക്കുന്നത് എന്നുള്ള വിവരം മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക പ്രയാസം വ്യക്തിപരമായി വിഷ്ണുജിത്തിനുള്ളതായിട്ടും ഇവർക്ക് വലിയൊരു അറിവില്ല. കാരണം ഈ സ്വർണം എടുക്കുന്നതിനൊക്കെ വേണ്ടി പണത്തിന് ആവശ്യമുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു, അത് വാങ്ങുന്നതിന് വേണ്ടി പോകുന്നു എന്നുള്ളതൊക്കെ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. ഈ പാലക്കാട് പോയതിന് ശേഷമാണ് ആ വിവരങ്ങൾ മനസ്സിലാവുന്നത്. ഈ പാലക്കാടുമായിട്ടുള്ള ബന്ധം, കഞ്ചിക്കോട് ഒരു ഐസ്ക്രീം ഫാക്ടറിയിലാണ് വിഷ്ണുജിത്ത് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാലക്കാട് കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടാവാം, അവിടെ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകാനൊക്കെയുള്ള സാധ്യത നിലവിൽ ഉണ്ട്. പക്ഷേ യാതൊരു വിധത്തിലുള്ള ദുരൂഹതയും ഇതുവരെയും വീട്ടുകാർക്ക് സംശയം ഒന്നും ഇല്ല. കാരണം അങ്ങനത്തെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരിചയമോ സാമ്പത്തികമായിട്ടുള്ള വലിയ കടങ്ങളോ ഒന്നും ഉള്ളതായിട്ടും ഇവർക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഇതിലെങ്ങനെ ആരായിരിക്കും, അല്ലെങ്കിൽ എന്തിനാണ് ഈ കോയമ്പത്തൂരിലേക്ക് പോയത്, അവിടെ ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടോ, ഈ പണം എവിടെ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടുന്ന് പോകുമ്പോൾ ബാഗ് ഉണ്ടായിരുന്നില്ല, പിന്നീട് ഈ ബാഗ് എങ്ങനെ ഉണ്ടായി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വീട്ടുകാർക്കും നിലവിൽ ഇപ്പോൾ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അവരും ഈ ഒരു അന്വേഷണത്തിൽ പോലീസ് എന്താണ് പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് മാത്രമാണ് നിൽക്കുന്നത്. അപ്പോൾ അനുജ, ഇപ്പോൾ വിഷ്ണുജിത്തിന്റെ അച്ഛനുണ്ട്, ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ കോയമ്പത്തൂർ ബന്ധങ്ങളൊന്നും ഇല്ലാന്ന് പറയുന്നു, ഇല്ല, കോയമ്പത്തൂർ അങ്ങനെ യാതൊരു കണക്ഷൻ ഇല്ലതായിട്ടും ഞങ്ങളുടെ അറിവിലില്ല. പേഴ്സണലായിട്ട് അവന് എങ്ങനെ എന്താണ് ഉള്ളതെന്ന് അറിയില്ല. കോയമ്പത്തൂർ ഒരു ബന്ധവുമില്ല. ഈ പണം ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഈ പണം എവിടേക്കാണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാനാണോ, അതല്ലെങ്കിൽ വിഷ്ണുജിത്തിന് ഇനിയും ലഭിക്കാനുണ്ടോ പണം, അങ്ങനെ എന്തെങ്കിലും ദുരൂഹതയോ എന്തെങ്കിലും സംശയമോ നിങ്ങൾക്ക് കുടുംബത്തിനുണ്ടോ? ഇല്ല. അപ്പോൾ 1,00,000 രൂപ അവിടുന്ന് വാങ്ങിയത് ഇപ്പം ഈ കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഗോൾഡ് വാങ്ങാൻ വേണ്ടിയിട്ട് മേടിച്ചാണ്. അല്ലാതെ വേറൊരു അത് കടമായിട്ട് വാങ്ങിയതാണോ അതോ വിഷ്ണുജിത്തിന് ലഭിക്കാനുള്ളതാണോ, അങ്ങനെ വല്ലതും അറിയാവോ? കടായിട്ട് വാങ്ങിയതാണ്. അവൻ്റെ ഫ്രണ്ടിൻ്റെ നിന്ന് കടായിട്ട് വാങ്ങിയതാണ്. അതൊക്കെ നിങ്ങൾ ഈ പോയതിന് ശേഷം, അതായത് 4-ാം തീയതിക്ക് ശേഷമാണ് അറിയുന്നത് അല്ലേ? ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള അറിവാണ്, അല്ലാണ്ട് വിഷ്ണുവിൻ്റെ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ഇപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അവനെ കണ്ടു കിട്ടിയാൽ അറിയുള്ളൂ. അനുജ, ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ സത്യാവസ്ഥ ഇപ്പോൾ വിഷ്ണുജിത്തിന് മാത്രമേ ഇത് പറയാൻ കഴിയുകയുള്ളൂ. ഞാൻ വിപിനിലേക്ക് തന്നെ മടങ്ങിയെത്താം. ഒരു ചെറിയ ഇടവേള എടുക്കേണ്ടതുണ്ട്, അതിനുശേഷം ഞാൻ വിപിനിലേക്ക് മടങ്ങിയെത്താം. ഇടവേള.